കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊപ്പി കരുനാഗപ്പള്ളി വന്നിട്ടുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് നടന്ന സംഭവങ്ങളും ബീറൂപ്പിനുള്ള ഏറും തലപൊട്ടലും കുറെ പിള്ളേരെ പോലീസുകാർ പിടിച്ചോണ്ട് പോകും, സ്റ്റേജിൽ കിടന്നുള്ള വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു വന്നിരിക്കുകയാണ്. തൊപ്പിയും അന്ന് തൊപ്പിയെ വെല്ലുവിളിച്ച ആ പയ്യനും കൂടി. ശരിക്കും പറഞ്ഞാൽ തൊപ്പിയും അതായത് ഷോപ്പിന്റെ ഉടമയും അതേകൂടെ ഈ പയ്യനും കൂടി നടത്തിയ ഒരു പൊറാട്ട് നാടകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പ്രാങ്ക് ഷോ ആണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മളെല്ലാവരും കണ്ടാണ് അന്ന് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. കാര്യം തൊപ്പി വരുന്നതിന് മുമ്പ് തന്നെ ഈ പയ്യൻ ഈ തൊപ്പി കരുനാഗപ്പള്ളിലോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ തലവെട്ടും, നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ഭീഷണികളും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അന്ന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പം ഇവർ ഇത് റിവീൽ ചെയ്യുന്നത്. ഞങ്ങൾ നടത്തിയ ഒരു പൊറാട്ട് നാടകമാണ്, ഇത് വെറും പ്രാങ്ക് ഷോ മാത്രമാണെന്നാണ് പറയുന്നത്. എന്താ പറയേണ്ടത്? പ്രാങ്കിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്നൊക്കെ പറയത്തില്ലയോ, അതാണ് ശരിക്കും പറയാൻ ഇവിടെ നടന്നത് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, തൊപ്പി എവിടെ വന്നാലും അവിടെ പ്രാങ്ക് വേണമെന്നില്ല, അവിടെ ഓൾറെഡി അടി ഉണ്ടാവും. കാര്യം ഒന്നെങ്കിൽ തൊപ്പി ഇഷ്ടമില്ലാത്ത ആൾക്കാരും തൊപ്പി ഇഷ്ടമുള്ള ആൾക്കാരും തമ്മിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ തൊപ്പി വരുന്നതിന് ചൊല്ലി ഉണ്ടാകുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാര്യം തൊപ്പി വരുന്ന അറിയുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു ക്രൗഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാര്യം ഈ കൊച്ചു പിള്ളേരാണ് കൂടുതലും തൊപ്പിയുടെ ഒരു തൊപ്പി എന്ന് പറയുന്ന ആളിന്റെ ഒരു ഫാൻസ് എന്ന് പറയുന്നത്. അതിന്റെ പേര് തന്നെ ഒരുപാട് പിള്ളേർ വരും. പിന്നെ അതിനെ ചൊല്ലി തന്നെ കുറച്ച് മുതിർന്ന ആൾക്കാർ വരും, തൊപ്പി ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാർ വരും. അവിടെ ഇഷ്യൂ നോർമലി തന്നെ ഉണ്ടാവും. ഇതൊന്നും പോരാഞ്ഞാണ് താണ്ട ഇപ്പോൾ ഈ ഷോപ്പിന്റെ ഉടമയും അതേ കൂട്ട് തന്നെ ഈ പയ്യനും ചേർന്ന് ഒരു പ്രാങ്ക് ഷോ. കാര്യം തൊപ്പി ഈ പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്, എന്നെ കരുനാഗപ്പള്ളി കയറുമ്പോൾ നിന്നെ തട്ടും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ ഈ പയ്യനെ തൊപ്പി വിളിച്ചപ്പോൾ എങ്ങാണ്ട് ഈ പയ്യൻ പറഞ്ഞു പോലും ഞങ്ങളൊരു പ്രാങ്ക് ഷോ പ്രാങ്കിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രാങ്ക് അവിടെ നിൽക്കാതെന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് ഇത് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ തൊപ്പിയുടെ ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടായത്. അവിടെ തൊപ്പി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെയുള്ള ഫുള്ള് തെളിവും കാര്യങ്ങളെല്ലാം, വോയിസ് റെക്കോർഡും കോൾ റെക്കോർഡും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെയാണ് തൊപ്പി പറയുന്നത്. വേണ്ട, എന്തിനാണ് അവർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഞങ്ങൾ ചെയ്ത പ്രാങ്ക് ആണെന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാതിരിക്കാൻ നേരം പറ്റത്തില്ലല്ലോ. അന്ന് എന്തൊക്കെ വിഷയങ്ങളാണോ അവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം ബിയർ കുപ്പികൊണ്ടുള്ള ഈയറും തലപൊട്ടലും, പോലീസ് കുറെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ട് പോകും. പിന്നെ ഇതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർ തമ്മിലുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാലേ, ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. ആർക്കെങ്കിലും വേണ്ടി തല്ലാനോ കൊല്ലാനോ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വരുന്നവരൊക്കെ റിയൽ ആണോ അല്ലെന്നുണ്ടെങ്കിൽ റീലാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് വേണം. കാര്യം ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കോമാളിത്തരവും കാണിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഇതിന്റെ പേരിൽ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും വല്ലാത്ത ഒരു സംഭവം തന്നെയാണല്ലോ നടന്നത്. കാര്യം ഇങ്ങനൊരു സംഭവം നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. കാര്യം ഇങ്ങനെ ഒരു പ്രാങ്ക് ഓൾറെഡി വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് തൊപ്പി വരുമ്പോൾ, അതിന്റെ കൂട്ടത്തിൽ ഈ പ്രാങ്ക് കൂടെ ഒക്കെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാല് എന്താണല്ലേ എന്തായാലും ഈ ഷോപ്പിന്റെ ഉടമയും ഈ പയ്യനോട് ചേർന്നിട്ടാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടാണ് ഈ ബിയർ കുപ്പി കൊണ്ടുള്ള ഏറും തലപൊട്ടലും, അതിനുശേഷം തൊപ്പി സ്റ്റേജിൽ കയറി കടന്ന് വെല്ലുവിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. എന്നെ ആരാണ്ട് തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് സ്റ്റേജിൽ കയറിയിട്ട് ഇത് പൊളിക്കാനുള്ള പ്ലാൻ ആണെന്നാണ് തൊപ്പി പറഞ്ഞത്. പക്ഷെ അവിടെ ഇതൊന്നും പൊളിക്കുന്ന ആരും നമ്മളാരും കണ്ടില്ല. ഇപ്പൊ തന്നെ ഈ പ്രാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർ ഈ പറയുന്നത് പ്രാങ്ക് ആണെന്ന് ആർക്കറിയാം. അവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കേണ്ട ആരാണ്? ആ ഷോപ്പിന്റെ ഉടമസ്ഥന്മാരാണ്. അപ്പൊ അവര് ഇത്രയും ക്രൗഡായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രാങ്കൊക്കെ ഒപ്പിക്കാന്ന് പറഞ്ഞാൽ വെറും ശുദ്ധ വിഡ്ഢിത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ല വേറൊന്നും പറയാനില്ല. ശുദ്ധ വിഡ്ഢിത്തരം. ആർക്കെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു പോയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തം പറയേണ്ട ഇത് ആ ഷോപ്പിന്റെ ഉടമ അവർ തന്നെയാണ്, അല്ല വേറെ ആരും പറയത്തില്ല. വന്ന് തൊപ്പി ഉദ്ഘാടനം ചെയ്തിട്ട് തൊപ്പി അങ്ങ് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതേ കൂട്ട് ഉദ്ഘാടനത്തിനൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫ് കാത്തുസൂക്ഷിക്കേണ്ടത്. അല്ലാതെ ഇവർ കാണിക്കുന്നത് വെറും കപട ഫേസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.